എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എലിഗേറ്റർ എന്ന് പറയുന്ന ഒരു അഡാപ്റ്ററാണ്. 12 വോൾട്ട് 5 ആംപിയർ DC പ്രവർത്തിക്കുന്ന ഒരു അഡാപ്റ്ററാണിത്. AC ഇത് DC ആക്കി കൺവേർട്ട് ചെയ്ത് തരുന്നതാണിത്. ഒരു കാർ സ്റ്റീരിയോ അതുപോലത്തെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണിത്. നല്ല ഔട്ട്പുട്ട് തരുന്ന ഒരു അഡാപ്റ്ററാണിത്. 5 ആംപിയർ ആണ് ഇതിൻ്റെ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് ആണിത്. പഴയ ടൈപ്പ് സ്വിച്ചാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ഇൻഡിക്കേഷൻ, പവർ ഓൺ, പിന്നെ അവരെ പേര്, പിന്നെ ആംപിയർ കൊടുത്തിട്ടുണ്ട്. മെറ്റലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൺവേർട്ട് ചെയ്ത് തരുന്ന ലൈനാണിത്. ഫുള്ളി ബ്ലാക്ക് ഫിനിഷാണ്. ഇതാണ് ഇതിൻ്റെ AC കോഡ്. നോർമൽ ഇതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞ കാരണമായിരുന്നു നമ്മളിത് മാറ്റി വേറെ ഇട്ടതാണ്. എമർജൻസിയുടെ ഒരു AC കേബിളാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. കമ്പനി തരുന്നത് കൊള്ളാത്ത ഒരു ലോക്കൽ ടൈപ്പായിരുന്നു. അതുകൊണ്ട് ഇതാണ് വലിയ വെയിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കൈ കൊണ്ട് നടക്കാവുന്ന രീതിയിലാണ്. ഇതുപോലെ വരുന്ന കാർ സ്റ്റീരിയോ ഒക്കെ നല്ല പക്കായിട്ട് വർക്ക് ചെയ്യാൻ നല്ല ഒരു കുഴപ്പവും ഇല്ലാതെ ആംപിയർ നല്ലപോലെ എടുക്കും. ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് നമുക്ക് തുറന്നു നോക്കാം. IBL DVD പ്ലെയറിന്റെ കൂടുതൽ സെറ്റിംഗിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെയും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ദയവായി കണ്ടു അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇത് സിംഗിൾ സപ്ലൈയിലാണ് വർക്ക് ചെയ്യുന്നത്. 12 വോൾട്ട് കൺവേർട്ട് ചെയ്ത് 5 ആക്കി തരുന്നതാണ്. കപ്പാസിറ്റർ ഇതതിൻ്റെ ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. നമുക്കിതിൻ്റെ ഡയോഡും അതുപോലെ കപ്പാസിറ്ററിൻ്റെ വാല്യൂ നോക്കാം. അത്രയ്ക്ക് ക്ലിയർ അല്ല. ക്യാമറ കുറച്ചുകൂടെ നീക്കാം. നോക്കാം. നമുക്ക് KE5 കൊടുത്തിരിക്കുന്നത് ക്യാമറയിൽ അത് വ്യക്തമായി കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ 6 ഡയോഡ് 4 എണ്ണം ബ്രിഡ്ജ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് സാധാ മെറ്റൽ തകിട് പോലത്തെയാണ്. നല്ല വലിക്കും, നല്ല ലോഡ് എടുക്കുന്ന ഒരു ഇതാണ്. ഇത് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടത്തില്ല. ഇത് തിരുവല്ലയിൽ നിന്നാണ് മേടിച്ചത്. എനിക്ക് അത്ര അറിയൂ. ഇതിൻ്റെ റേറ്റ് ഒന്നും നമുക്ക് അറിയത്തില്ല. എൻ്റെ എല്ലാം പകുതി വീഡിയോ നമ്മൾ വേറെ എടുക്കുന്നത്. പുറകിൽ 5 ആംപിയർ എഴുതി വെച്ചിട്ടുണ്ട്. 790 അതിൻ്റെ വിലയായിരിക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരെണ്ണമുണ്ട്. അത് എൻ്റെ ആയിരുന്നു. ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച പൈൻ്റെ ഇത് സെയിം തന്നെയാണ്. പൈൻ കമ്പനിയുടെ ഒരു ഇലിമിനേറ്ററാണ്. രണ്ടും ഒന്ന് തന്നെ. ഇത് 6 വോൾട്ട് 12 വോൾട്ട് സ്റ്റീരിയോ ചാർജ് അങ്ങനെയാണ് പറഞ്ഞത്. ലൈൻ ലൈറ്റ് ക്ഷമിക്കണം, ലൈൻ ഓൺ, ചാർജ് ഓൺ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. 5 ആംപിയർ എന്നൊക്കെ പറയും. പക്ഷേ ഇത് ഞാൻ നോക്കിയിട്ട് ലോഡ് വലിക്കുന്നില്ല. ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് അത്രയ്ക്ക് പോരാ. ചാർജ് ആണെങ്കിൽ ആകത്തുമില്ല. ഈ ഇൻഡിക്കേഷൻ ലൈറ്റൊക്കെ വെറുതെ ചാർജ് അല്ലേ, കത്തുന്ന പോലും ഇല്ല. ചാർജ് ഞാൻ ചെയ്ത് നോക്കിയായിരുന്നു, ചാർജും വർക്ക് ചെയ്യുന്നില്ല. ട്രാൻസ്ഫോമറിൻ്റെ ആണോ അതോ പവർ സപ്ലൈയുടെ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ആണോ എന്നറിയില്ല. ഇതിൻ്റെ കേബിള് ഈ ടൈപ്പാണ് വരുന്നത്. പിന്നെ ഇതുപോലത്തെ AC കോഡാണ്. ഇതും ലോക്കലാണ്. സെയിം എല്ലാത്തിലും ഒരുപോലെ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ പുറകിൽ ബനാന സോക്കറ്റ് പോലത്തെ ഒരെണ്ണമാണ്. അലിഗേറ്റർ പിന്നായിരുന്നു ഒരെണ്ണം കൊടുത്തിരുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട് വരുന്നത്. ബ്രിഡ്ജ് റെക്ടിഫയർ 6 വോൾട്ടിൻ്റെ ടാപ്പിങ്ങും ഉണ്ടെന്ന് തോന്നുന്നു. ഇതിലൊരു ഫ്യൂസും കൊടുത്തിട്ടുണ്ട് പുറകിലായിട്ട്. പിന്നെ ബ്രിഡ്ജ് റെക്ടിഫയറും കൊടുത്തിട്ടുണ്ട്. ഇത് 5 ആംപിയറാണ് പറയുന്നത്. പക്ഷേ 5 ആംപിയറിൻ്റെ ലോഡ് എടുക്കുന്നില്ല. ഇതാണിത് ബ്രിഡ്ജ് റെക്ടിഫയർ. ഇത് റെക്ടിഫൈ ചെയ്ത് തരുന്ന ഇതാണ്. 2 ഡയോഡും
ഒരു കപ്പാസിറ്ററാണ്. ഇത് 5 ആംപിയറും 12 ആംപിയറും എങ്ങനെ എടുക്കുന്നത് എനിക്കറിയില്ല, അറിയാവുന്നവരൊന്ന് പറഞ്ഞു തരണം. 25-ൻ്റെ മ്യൂഫിൻ്റെ കപ്പാസിറ്ററാണ് കൊടുത്തിരിക്കുന്നത്. 2200-ൻ്റെ മ്യൂഫാണ് കൊടുത്തിരിക്കുന്നത്. ഇതും ലൈറ്റാണ് ഇതിൻ്റെ, ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഇത് വാങ്ങിക്കുകയാണെങ്കിൽ അധികം കാലം നിൽക്കത്തുമില്ല, ഇത് പോവുകയും ചെയ്തതാണ്. പിന്നെ ഞാൻ ഇത് നോക്കിയിട്ടില്ല. അതിലെ അപേക്ഷിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതാണ് നല്ലത്. ഇത് ഇപ്പോഴും നിൽക്കുന്നുണ്ട്, നല്ല പവറാണ് ഇതിനകത്ത് ലോഡ് ചെയ്യുന്നതില്ല. ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ, നമ്മൾ ഇതിനു വേണ്ടി മാത്രം വീഡിയോ ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുപോലത്തെ വീഡിയോസാണ് വരുന്നത്. താല്പര്യമുള്ളവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.